Hello dears, welcome back to Thunder Kitchen Recipes. ഇന്ന് വളരെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ, പരത്താതെ, കുഴക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചപ്പാത്തിയാണിത്. നമുക്ക് ഇത് വേണമെങ്കിൽ പൊറോട്ട ആയിട്ടും കഴിക്കാം. ചപ്പാത്തി ഉണ്ടാക്കിയാൽ അത് പൊറോട്ട ആയിട്ടും നമുക്കിത് കഴിക്കാവുന്നതാണ്. പൊറോട്ട പോലെ തന്നെയാണ് ഈ ചപ്പാത്തി ഇരിക്കുന്നത്. രാവിലെ ഉണ്ടാക്കുന്ന ചപ്പാത്തി രാത്രി നമുക്കത് വളരെ സോഫ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചപ്പാത്തി നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പൊടി കുഴച്ചോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. 1.5 കപ്പ് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത റവ വേണം. നന്നായിട്ട് റോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് വലിഞ്ഞ് പോകും, റബ്ബർ പോലെ ഇരിക്കും. അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത റവ 1.5 കപ്പ് ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് മൂടി വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ 1 മണിക്കൂറിന് ശേഷമാണ് എടുക്കുന്നത്. അപ്പോൾ റവയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ആ വെള്ളം മുഴുവനും റവ കുതിരാനായിട്ട് എടുത്തിട്ടുണ്ടാവും. അപ്പം നമുക്കിതൊരു ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ഒഴിക്കരുത്. നമ്മളിപ്പോൾ ചേർത്ത വെള്ളം മാത്രം മതിയാകും. വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ നമുക്കിതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരയ്ക്കുമ്പോഴേക്കും തനിയെ വെള്ളം ഇതിനകത്തോട്ട് വന്നോളും. അതായത് ലൂസായിട്ടുള്ള ബാറ്റർ ആയിരിക്കും നമ്മൾ അരച്ച് കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ജാറിലേക്ക് ഈ കുതിർത്തിയ റവ ചേർത്തതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുക്കണം. ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ അരഞ്ഞിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. പിന്നെ ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. 2 ടേബിൾ സ്പൂൺ പുളിക്കാത്ത തൈരും കൂടി ചേർക്കുക. ഒട്ടും പുളിയില്ലാത്ത തൈരായിരിക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പുളിക്കാത്ത തൈരും കൂടി ചേർത്തതിന് ശേഷം മൂടി വെച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ബാറ്ററാണിത്. നമ്മൾ കുഴയ്ക്കേണ്ട, പരത്തേണ്ട, നമുക്ക് ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെയാണ് നമ്മൾ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അരച്ച ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ഇനി ഒട്ടും വെള്ളം ചേർക്കരുത്. ജാറ് കഴുകിയൊന്നും ഇതിലേക്ക് ചേർക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് പാൻ ചൂടാക്കിയിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ ദോശ തവയിൽ നമ്മളൊന്ന് നന്നായിട്ട് ഒരു ഓയിൽ ചെയ്ത തുണി കൊണ്ടൊന്ന് തുടച്ചതിന് ശേഷം അതിലേക്ക് ഓരോ തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മീതെ ഒന്ന് പതിയെ ഒന്ന് പരത്തി കൊടുത്താൽ മതിയാകും. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചപ്പാത്തിയുടെ കട്ടിയിൽ വേണം ഇത് ഉണ്ടാക്കാൻ. ഒരു സൈഡ് നന്നായിട്ടൊന്ന് സോട്ടായി കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ പുറത്തേക്കൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയ ബബിൾസ് വരണ കാണാൻ പറ്റും. അപ്പോൾ വീണ്ടും മറിച്ചിട്ടതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് ടച്ച് ചെയ്താൽ അത് നന്നായിട്ടിങ്ങനെ പൊങ്ങി വരും. നല്ല പൂരി പോലെ നല്ലതുപോലെ ഇത് പൊങ്ങി വരും. ഇതുപോലെ പൊങ്ങി വന്നതിന് ശേഷം നമ്മൾ അരികിലൊക്കെ ഒന്ന് കുക്കാകാൻ വേണ്ടിയിട്ടൊന്ന് സ്പൂൺ കൊണ്ട് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. പാനിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ തന്നെ ഇത് വളരെ സോഫ്റ്റ് ആയിരിക്കും. ഒരു ഡ്രോപ്പ് എണ്ണ പോലും ഉപയോഗിക്കാതെയാണ് നമ്മൾ ഈ ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചപ്പാത്തിയും ഉണ്ടാക്കിയെടുക്കാം. പരത്തതിന് ശേഷം ഒന്ന് വാടി കഴിയുമ്പോഴേക്കും തിരിച്ചിട്ടതിന് ശേഷം 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം മറിച്ചിട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്യുമ്പോഴേക്കും നല്ല പൊങ്ങി വരുന്ന ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബാറ്ററും ഉണ്ടാക്കിയെടുക്കാം. 1.5 കപ്പ് റവ കൊണ്ട് നമുക്ക് ഒരു 8 ചപ്പാത്തിയോളം ഉണ്ടാക്കാൻ പറ്റും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല പൊറോട്ട പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പൊറോട്ടയേക്കാൾ
വളരെ സോഫ്റ്റും യമ്മിയുമായിട്ടുള്ള ചപ്പാത്തിയാണത്. കണ്ടോ, സോഫ്റ്റാണ്, വളരെ സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി. ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയാൽ നമുക്ക് രാത്രിയും ഇത് കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം. പയർ കറിയോ അല്ലെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ ബീഫ് കറിയോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. പൊറോട്ട പോലെ തന്നെയാണ് ഈ ചപ്പാത്തി ഇരിക്കുന്നത്. ചപ്പാത്തി ഉണ്ടാക്കിയാൽ നമുക്ക് പൊറോട്ട ആയിട്ടും കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സും ഒക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു.